എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2024 ജനുവരിയിലെ എല്ലാ കറണ്ട് അഫയേഴ്സും ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ആദ്യത്തെ ചോദ്യം, ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായി ISRO 2024 ജനുവരി 1 വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ് ആണ് 2024 ജനുവരി 1 വിക്ഷേപിച്ച ഉപഗ്രഹം. എന്തിന് വിക്ഷേപിച്ചതാണ്? ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? PK വീരമണിദാസാണ് 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത്. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബൽ പുരസ്കാരത്തിൽ 5 എണ്ണം നേടിയ ചലച്ചിത്രം ഏതാണ്? ഏതാണ് ആ ചലച്ചിത്രം? ഓപ്പൺഹൈമർ ആണ് 2024 81ാമത് ഗോൾഡൻ ഗ്ലോബൽ പുരസ്കാരങ്ങളിൽ 5 എണ്ണം നേടിയിട്ടുള്ളത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവ് ആരാണ്? രൺവീർ ജയ്സ്വാൾ ആണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവ്. 2024 കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണ്? ഈസ്റ്റ് ബംഗാൾ FC ആണ് 2024 കലിംഗ സൂപ്പർ കപ്പിലെ ജേതാക്കൾ. 2024 പ്രഥമ ബീച്ച് ഗെയിംസിന്റെ ജേതാക്കൾ ആരൊക്കെയാണ്? മധ്യപ്രദേശാണ് 2024 പ്രഥമ ബീച്ച് ഗെയിംസിന്റെ ജേതാക്കൾ. 2024 റിപ്പബ്ലിക് ദിനത്തിലെ പ്രഥമ അതിഥി ആരാണ്? ഇമ്മാനുവൽ മക്രോൺ ആണ് 2024 റിപ്പബ്ലിക് ദിനത്തിലെ പ്രഥമ അതിഥി. ഫ്രഞ്ച് പ്രസിഡന്റാണ് ഇമ്മാനുവൽ മക്രോൺ. അപ്പം അദ്ദേഹമാണ് 2024 പ്രഥമ അതിഥിയായി വന്നത്. 2024 റിപ്പബ്ലിക് ദിനത്തിൽ ഒരുമിച്ച് മാർച്ച് പാസ് ചെയ്ത ദമ്പതികൾ ആരൊക്കെയാണ്? മേജർ റെജി ബ്ലോയിസും ക്യാപ്റ്റൻ സുപ്രീത സീട്ടിയുമാണ് 2024 റിപ്പബ്ലിക് ദിനത്തിൽ ഒരുമിച്ച് മാർച്ച് പാസ് ചെയ്തിട്ടുള്ള ദമ്പതികൾ. പത്മ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത പാർവതി ബറോവയ്ക്കാണ് ആദ്യമായിട്ട് പത്മ പുരസ്കാരം ലഭിക്കുന്ന വനിത. രാജ്യത്തെ 1 കോടി വീടുകളിൽ സൗരോർജ പാനൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി സൂര്യോദയ യോജനയാണ് രാജ്യത്തെ 1 കോടി വീടുകളിൽ സൗരോർജ പാനൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. ടെലികോം അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ അനിൽ ലാഹോട്ടിയാണ് ടെലികോം റെഗുലേറ്ററിയുടെ പുതിയ ചെയർമാൻ. ഇന്ത്യയുടെ ദേശീയ കരസേനാ ദിനം ജനുവരി 15 ദേശീയ കരസേനാ ദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ സൈനിക തലവനായി ജനറൽ KM കരിയപ്പ സ്ഥാനമേറ്റതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 15 കരസേനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പം മറക്കരുത്, ദേശീയ കരസേനാ ദിനം എന്ന് പറയുന്നത് ജനുവരി 15. 2024 ജനുവരി 13 മുതൽ 15 വരെ 2ാമത്തെ അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണ്? ദുബായിലാണ് 2024 ജനുവരി 13 മുതൽ 15 വരെ 2ാമത്തെ അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത്. 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം ഏതാണ്? അടൽ സേതു ആണ് 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്തിട്ടുള്ള രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് അടൽ സേതു എന്ന് പറയുന്നത്. ദേശീയ യുവജന ദിനം ജനുവരി 12 ദേശീയ യുവജന ദിനം. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. 1984 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായി ആഘോഷിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പം ദേശീയ യുവജന ദിനം എന്ന് പറയുന്നത് ജനുവരി 12. 1984 മുതലാണ് ദേശീയ യുവജന ദിനമായിട്ട് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ഏത് മലയാള മഹാകവിയുടെ വിയോഗത്തിനാണ് 2024 ജനുവരി 16 100ാം വർഷം തികഞ്ഞത്? കുമാരനാശാന്റെ വിയോഗമാണ് 2024 ജനുവരി 16 100 വർഷം തികയുന്നത്. 1924 ജനുവരി 16
ആലപ്പുഴയിലെ പല്ലനയാറ്റിൽ വെച്ചായിരുന്നു കുമാരനാശൻ ബോട്ടപകടത്തിൽ മരണപ്പെട്ടത്. അത് 2024 ജനുവരി 16 100 വർഷം തികയുകയാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യ സംസ്ഥാനം. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം പൂവ് ആണ്. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം. അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും ചേർന്നാണ് പൂവ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പം 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവ്. സംവിധായകരാണ് അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? USA ആണ്. USA വെസ്റ്റ് ഇൻഡീസിലാണ് 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ആരാണ്? മലയാളിയായിട്ടുള്ള ശ്വേത കെ സുഗതനാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത്. 2024 നടക്കുന്ന 8ാമത്തെ അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല വയനാട്. വയനാട്ടിലെ അമ്പലവയലിലാണ് 2024 നടക്കുന്ന 8ാമത്തെ അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്നത്. 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകന്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിക്കുന്നത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് ജനുവരി 3. 2024 ജനുവരി 3 എന്ന് പറയുന്നത്. ആഗോള കുടുംബ ദിനം ജനുവരി 1 ആഗോള കുടുംബ ദിനം എന്ന് പറയുന്നത്. 2024 ആഗോള കുടുംബ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നാണ്. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിന് വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ് 2024 അണ്ടർ 19 ലോകകപ്പിന്റെ ക്രിക്കറ്റ് വേദി. 36ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണ്. 36ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കാൻ പോകുന്നത്. 2024 UAE സംയുക്ത സൈനികാഭ്യാസത്തിന്റെ വേദി മഹാജനാണ്. രാജസ്ഥാനിലെ മഹാജനിലാണ് ഇന്ത്യയും UAEയും സംയുക്തമായിട്ട് സൈനികാഭ്യാസത്തിന് വേദിയാകുന്നത്. 2024 ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദി സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ്. ദാവോസിൽ വെച്ചിട്ടാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദി ഒരുങ്ങുന്നത്. 2024 AI ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം കൊച്ചിയിലാണ്. 2024 രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചലച്ചിത്രകാരൻ ആരാണ്? സുരേന്ദ്രൻ നായരാണ് 2024 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത്. 2022 പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്, പക്ഷേ ലഭിക്കുന്നത് 2024 ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്തിലാണ്. ആദ്യമായിട്ട് സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. 77ാമത്തെ 2023-24 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശാണ്. സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാകുന്നത് അരുണാചൽ പ്രദേശാണ്. 77ാമത്താണ്. 2023-24 വർഷം എന്ന് പറയുന്നത് 77ാമത്തെ സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പാണ്. അരുണാചൽ പ്രദേശിലാണ് അത് നടക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ
2024 വേദി എവിടെയാണ്? ഇടുക്കിയിലെ വാഗമണിലാണ് ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷന്റെ വേദിയാകുന്നത്. കുമാരനാശാന്റെ 100ാം ചരമവാർഷികത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചിത്രം ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150ാമത്തെ വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചിട്ടുള്ളത്. കാലാവസ്ഥാ വകുപ്പ് 1875 ജനുവരി 15-നാണ് കൊൽക്കത്ത ആസ്ഥാനമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80 ആണ്. പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ ഇവരൊക്കെയാണ്. 2ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഫിൻലാൻഡ്, സൗത്ത് കൊറിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങളാണ്. അപ്പം 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇപ്പം നിലവിലാകെയുള്ള ഒരു സംസ്ഥാനം ഗോവയാണ്. ഇപ്പം 2ാമത് വരാൻ പോകുന്നത് ഉത്തരാഖണ്ഡ് ആണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായി തുടർച്ചയായിട്ട് 4 തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ? കൊട്ടാരക്കര. കൊല്ലത്തുള്ള കൊട്ടാരക്കരയിലാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ നഗരസഭ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യൂഹങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതി ഏതാണ്? സംവാദമാണ്. സംവാദം എന്ന പദ്ധതിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യൂഹങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതി. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കാനുള്ള അവസരം നൽകുന്നത്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല? കൊല്ലമാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിന്റെ എത്രാമത്തെ ചരമവാർഷികമാണ് 2024 ജനുവരി 21-ന് ആചരിച്ചത്? 100ാമത്തെ ചരമവാർഷികമാണ് 2024 ജനുവരി 1-ന് ആചരിച്ചിട്ടുള്ളത്. അയോധ്യയിൽ 2024 ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ നടത്തിയ ശ്രീരാമ വിഗ്രഹത്തിന്റെ പേര് എന്താണ്? രാംലല്ല. രാംലല്ലയാണ് ആ ശ്രീരാമ വിഗ്രഹത്തിന്റെ പേര്. പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് 2024 ജനുവരി 22-നാണ്. കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രൊസസറിന്റെ പേര്? കൈരളി. കൈരളിയാണ് AI പ്രൊസസറിന്റെ പേര്. കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ചിട്ടുള്ള AI പ്രൊസസറിന്റെ പേര് എന്ന് പറയുന്നത് കൈരളിയാണ്. ദേശീയ കയ്യെഴുത്ത് ദിനം? ജനുവരി 23-നാണ് ദേശീയ കയ്യെഴുത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ആദ്യ വ്യക്തിയായിട്ടുള്ള ജോൺ ഹോൺകോക്കിന്റെ ജന്മദിനമാണ് കയ്യെഴുത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. പരാക്രം ദിവസ് എന്നാണ്? ജനുവരി 23 തന്നെയാണ് പരാക്രം ദിവസും. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത്. 2021 മുതലാണ് നമ്മളിത് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം പരാക്രം ദിവസ് എന്നാണ്? ജനുവരി 23-നാണ്. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ആലപ്പുഴയിലാണ്. ആലപ്പുഴ ജില്ലയിലാണ് 2024 ജനുവരിയിൽ കേരളത്തിലെ ആദ്യത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 2024 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സിലുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നന്ദി.